പഴം വെച്ചിട്ടുണ്ടാക്കുന്ന വിഭവങ്ങളെല്ലാം ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവയാണ്. അപ്പോൾ ഇന്നും നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഒരു 6 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പഴുത്ത് തന്നെ എടുക്കണം ഈ ഒരു റെസിപ്പിക്ക്. പഴുക്കാത്ത നേന്ത്രപ്പഴം വെച്ചിട്ട് ഇത് ചെയ്യരുത്. ഇത് ഇതുപോലെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനെന്താ നേന്ത്രപ്പഴമെല്ലാം ഇവിടെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാ നേന്ത്രപ്പഴവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബാച്ചും അരച്ചെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിൽ ഇതുപോലൊരു 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് തിളപ്പിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഉരുക്കിയിട്ട് ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നെയ്യ് ഒന്ന് ചൂടായിട്ട് ഉരുകി വന്നാൽ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് കോരി മാറ്റി വെച്ചിട്ട് ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഒരു പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി ഒന്ന് ഈ ഒരു പഴത്തിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ഒരു രീതിയിലായി കിട്ടണം കേട്ടോ. നെയ്യൊക്കെ ഒന്ന് പഴത്തിൽ പിടിച്ച് വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി കഴിഞ്ഞാൽ നമ്മളിതേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുക്കേണ്ട. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നാലുള്ള നമുക്ക് ആ ഒരു ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളത്തിൽ അത് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഈ ഒരു പഴം കുറച്ചൊന്ന് തിക്കായിട്ടുണ്ടല്ലോ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചെയ്യുകയാണ് കേട്ടോ നല്ലത്. ഫ്ലെയിം ഓഫാക്കിയിടാം. ഇനി ഇതൊന്ന് കംപ്ലീറ്റ് യോജിച്ച് വരുന്നത് വരെ ഫ്ലെയിം ഓഫാക്കിയിട്ടിട്ട് എല്ലാ ശർക്കരപ്പാനിയും ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓണാക്കിയിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് ഒന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ വെള്ളമൊക്കെ ഒന്നിങ്ങ് വറ്റി വരുന്ന സമയത്ത് പാനിലിങ്ങനെ പിടിക്കാനായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കുക. ഇടയ്ക്ക് നമ്മൾ നന്നായിട്ട് കുറുകി വരുന്ന ആ ഒരു സമയത്തൊന്ന് നെയ്യ് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ പാനിലിങ്ങനെ ഒന്ന് പറ്റി പിടിക്കുന്ന സമയത്ത് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. ഇത് ഒരു പഴത്തിൻ്റെ പഴം ഒന്നങ്ങ് മൂത്ത് വരണം. എന്നാലുള്ള നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. കുറച്ച് സമയം വെച്ചിട്ട് തന്നെ ഒന്നങ്ങ് വരട്ടിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറേശ്ശെ നെയ്യൊക്കെ അതങ്ങനെ പുറത്തേക്ക് വരും. നമ്മളിങ്ങനെ ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഉരുണ്ടിങ്ങ് വരും കേട്ടോ. നമ്മുടെ ഈ ഒരു സ്പാറ്റുലൻ്റെ കൂടെ തന്നെ ഇതിങ്ങനെ ഒഴുകി കളിക്കും. ആ ഒരു രീതിക്ക് ആയിട്ട് വരണം. അടിവശമൊക്കെ ഇങ്ങനെ ഒരു പതഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വരണം കേട്ടോ. എന്നാലുള്ളൂ ഇത് കറക്റ്റായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നങ്ങ് നന്നായിട്ട് മൂത്ത് വരണം. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വരട്ടി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ ഇപ്പോൾ നമ്മൾ പഴം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് സമയം വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. അതിനനുസരിച്ചിട്ട് ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ നെയ്യ് തടവിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടോട് കൂടിയിട്ട് തന്നെ. അപ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ള എള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നെയ്യ് ഉള്ള ഒരു സ്പൂൺ വെച്ചിട്ട് മുകൾ വശം ഒന്നങ്ങ് സ്മൂത്താക്കി എടുക്കുക. എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ സൈഡൊക്കെ ഒന്നങ്ങ് വിടിച്ച് കൊടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബനാന ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കഷ്ണങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടില്ലെങ്കിൽ കത്തിയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിക്കും. അതുപോലെ തന്നെ കുറച്ചങ്ങ് അലിഞ്ഞ് പോലെയൊക്കെ വരും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഹൽവേൻ്റെ ഒക്കെ ആ ഒരു രീതിയിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബനാന ഹൽവയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.